ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ലൈനിങ് ഇല്ലാത്തൊരു ടോപ്പ് കട്ട് ചെയ്യാം. അപ്പോൾ ഓരോ തുണിക്ക് ഓരോ രീതിയിലാണ് വർക്ക് ഉണ്ടാകൽ. ഇപ്പോൾ ഈ തുണിക്ക് ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മടക്കി വെക്കുക. ഇപ്പോൾ 4 മടക്കിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഷോൾഡറിൻ്റെ ഭാഗം അടയാളപ്പെടുത്തേണ്ടത്. ഞാൻ തുണീൻ്റെ ഫുള്ളും എടുത്തിട്ടുണ്ട് ലെങ്ത്ത്. നമുക്ക് ഷോൾഡർ അളക്കാം. അതിനെ ഹാഫാക്കിയിട്ട് അതിൻ്റെ കൂടെ അരയിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം അടയാളപ്പെടുത്തുക. അപ്പോൾ ഷോൾഡർ അളന്നിട്ട് അതിനെ ഹാഫാക്കിയിട്ട് അതിൻ്റെ കൂടെ അരയിഞ്ച് ചേർത്തിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. പിന്നെ നമുക്ക് തോളിറക്കാന്ന് അടയാളപ്പെടുത്തേണ്ടത്. ഇത് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന നമുക്ക് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ അളവ് മനസ്സിലാവും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് എടുത്താൽ കറക്റ്റ് തോളിറക്കം മനസ്സിലാവും. അളന്നാൽ കറക്റ്റ് നമുക്ക് കിട്ടും തോളിറക്കം എത്രയാന്ന്. അത് ആ ചെസ്റ്റ് ഷോൾഡർ അടയാളപ്പെടുത്തിയിരുന്ന് താഴോട്ട് തോളിറക്കം അടയാളപ്പെടുത്തുക. സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിന് ലൈനിങ് ഇല്ലാന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് നോക്കിയതാണ്. പിന്നെ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് ഇതുപോലെ ചെസ്റ്റ് അളന്നിട്ട് അതിൻ്റെ 4-1 അതിൻ്റെ കൂടെ 1.25 ചേർത്തിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. തോളിറക്കത്തിൻ്റെ നേരെയാണ് അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റ് അളന്നിട്ട് ടോപ്പിൽ അളന്നിട്ട് അതിനെ ഹാഫാക്കിയിട്ട് അതിൻ്റെ കൂടെ 1.25 കൂട്ടിയിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. തയ്യൽ തുമ്പാണ് 1.25 ഇഞ്ച് എടുക്കുന്നത്. പിന്നെ സൈഡ് ഓപ്പണിൻ്റെ കൂടെ എത്രയാണ് തോളിറക്കത്തിൽ നിന്ന് ലെങ്ത്ത് വരുന്നത് അതും അവിടെ അടയാളപ്പെടുത്തുക. പിന്നെ അതിൻ്റെ സെൻറ്ററിലാണ് ഷേപ്പ് വരുന്നത്. ആ ഷേപ്പും അളന്നിട്ട് അതിൻ്റെ കൂടെ 1.25 ഇഞ്ച് ചേർത്തിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. സൈഡ് ഓപ്പണിൻ്റെ അടുത്ത് അളന്നിട്ട് ഹാഫാക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രമേ ചേർക്കണ്ടൂ. അത് നമുക്ക് തയ്യൽ തുമ്പിന് പോകുന്നതാണ്. 1 ഇഞ്ച് മടക്കി തയ്ക്കാനുള്ളതാണ്. ഇവിടെ ഞാനിവിടെ 13.5 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. സൈഡ് ഓപ്പണിൻ്റെ ഇറക്കം. ഇനി അത് ഷേപ്പാക്കി വരക്കുക. എനിക്കിതിൻ്റെ താഴ്ഭാഗം വിട്ടുപോയി. ഇപ്പോൾ താഴ്ഭാഗവും ടോപ്പിൻ്റെ താഴ്ഭാഗവും അളന്നിട്ട് അതിനെ ഹാഫാക്കിയിട്ടാണ് 1 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. സൈഡ് ഓപ്പണിന് താഴ്ഭാഗത്തേക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതെനിക്ക് വിട്ടുപോയതാണ്. ഇത് ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തത്. അത് ഈ താഴെ ലേസ് വരുന്നതുകൊണ്ട് വർക്ക് വരുന്നതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ബാക്ക് പീസിന് 1 ഇഞ്ച് അധികം താഴ്ഭാഗത്ത് എടുക്കണം മടക്കി തയ്ക്കാൻ. ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസ് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് താഴെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി മടക്കി തയ്ക്കാൻ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക. 4 തുണി മടക്കിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് വേണം അടയാളപ്പെടുത്താൻ. വീതി നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക. അപ്പം
ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് 2.5 ഇഞ്ച് കുറച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതൊരു ഷേപ്പ് കിട്ടും സ്ലീവിൻ്റെ. ഞാൻ 3 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. കൈവണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ചേർത്തിട്ട് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വേണ്ട പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു 6.5 ഇഞ്ച് ഇറക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3 ഇഞ്ച് വീതിക്കും. അതിന് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിലാണ് ഞാൻ വരക്കുന്നത്. റൗണ്ട് ഷേപ്പ് നെക്കാണ് ആക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ താഴ്ഭാഗത്ത്. ടോപ്പിൻ്റെ നല്ല വശത്ത് അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. കാലിഞ്ച് വെച്ചിട്ടാണ് അടിച്ചിട്ട് പിടിപ്പിക്കൽ. സെൻറ്ററിൽ കണക്കാക്കിയിട്ട് വേണം വെക്കാൻ. ഇതുപോലെ മറിച്ചിട്ടിട്ടാണ് അടിക്കുന്നത്. അതുപോലെ സ്ലീവും നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ടാണ് തയ്ച്ച് പിടിപ്പിക്കൽ. എന്നിട്ട് തിരിച്ചിടും. നെക്കിൻ്റെ സെൻറ്ററിൽ കണക്കാക്കിയിട്ട് പീസ് വെച്ച് അടിച്ച് പിടിപ്പിക്കുക. അത് മറിച്ചിട്ടിട്ട് ഇതേപോലെ കാലിഞ്ച് വെച്ചിട്ട് അവിടെ ഒരു അടി കൊടുക്കുക. ടോപ്പിന് നല്ല വശവും വെച്ചിട്ട് ഷോൾഡർ അടിച്ച് പിടിപ്പിക്കുക. മോശം വശത്ത് കൂടി വേണം അടിക്കാൻ. സ്ലീവ് അതുപോലെ നല്ല വശവും വെച്ചിട്ട് മോശം വശത്തൂടെ അടിക്കാൻ. സെൻറ്ററിൽ കണക്കാക്കിയിട്ട് എടുക്കണം സ്ലീവിൻ്റെ. ഇതുപോലെ വരും. ബാക്കി ഭാഗങ്ങൾ ചുരിദാറിൻ്റെ അളവിനനുസരിച്ച് അടിച്ചു കൂട്ടുക. പിന്നെ സൈഡ് ഓപ്പൺ അറേഞ്ച് വെച്ച് മടക്കി തയ്ക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിലൊരു ടോപ്പ് അടിക്കാം.